ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദീസ് ക്രിയേഴ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഫ് സ്ലീവിൻ്റെ പാറ്റേൺ ആണ്. അപ്പോൾ ഈ പഫ് സ്ലീവ് വെച്ചിട്ടുള്ള പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ ഞാനിവിടെ ബേസിക് സ്ലീവ് ലൈനിങ് പീസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലീവിൻ്റെ കട്ടിങ്ങും ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ സ്ലീവ് വെച്ചിട്ടാണ് നമ്മളിന്ന് പഫ് സ്ലീവിൻ്റെ പാറ്റേൺ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ പേപ്പർ പാറ്റേണിൽ കാണിച്ചു തരാം. അതിനുശേഷം ആ പാറ്റേൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പേപ്പറിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് വലത് ഭാഗത്തേക്ക് പഫിന് എത്രമാത്രം ചുരുക്ക് വേണോ അതിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്യണം. അതായത് സ്ലീവിൻ്റെ ഈ ഭാഗത്ത് എത്ര ചുരുക്കാണ് ഇടേണ്ടത് അതിൻ്റെ അളവ് മാർക്ക് ചെയ്യുക. അപ്പോൾ അത് 3 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെ എടുക്കാവുന്നതാണ്. ഇനി അതിൽ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ പേപ്പറിൻ്റെ ഈ ഭാഗത്തുനിന്ന് വലത് ഭാഗത്തേക്ക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഞാൻ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എത്ര വേണമെന്നുള്ളത് മാർക്ക് ചെയ്യുക. അതിനുശേഷം മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മളിതായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബേസിക് സ്ലീവ് അതിൻ്റെ ഈ ഒരു ഭാഗം, അതായത് നീളം കൂടുതലുള്ള ഭാഗം ചേർത്ത് വെക്കണം. വെക്കാൻ നേരം സ്ലീവിൻ്റെ താഴ്ഭാഗം കണ്ടോ, ആ പേപ്പറിൻ്റെ എഡ്ജുമായിട്ട് തന്നെയാണ് ചേർത്ത് വെച്ചേക്കുന്നത്. വളഞ്ഞൊന്നും പോകരുത്. കറക്റ്റ് ഇതേപോലെ തന്നെ വെച്ചിട്ട് ഈ സ്ലീവിൻ്റെ ഈ മുകൾ ഭാഗവും അതേപോലെ സൈഡും കറക്റ്റായിട്ടങ്ങ് മാർക്ക് ചെയ്യാം. പിന്നെ ലൈനിങ് വെക്കാതെ തയ്ക്കുന്ന സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസിക് സ്ലീവ് ഒരു പേപ്പറിൽ ചെയ്തെടുക്കുക. എന്നിട്ട് ആ പേപ്പർ യൂസ് ചെയ്തിട്ട് പഫ് സ്ലീവിൻ്റെ പാറ്റേൺ ചെയ്യാം. ഇനി ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു ലൈൻ താഴോട്ടും വരച്ചു. അതേപോലെ ഈ ഒരു പേപ്പറിൻ്റെ സൈഡിലേക്ക് ഇതേപോലെ വരച്ചു. ഇനി നമുക്കിതിൽ പഫിൻ്റെ ഹൈറ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് പഫിൻ്റെ ഭാഗം എത്രത്തോളം മുകളിലേക്ക് പൊങ്ങിയിരിക്കണമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് 1.5 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. കുട്ടികൾക്കൊക്കെ 1.5 ഇഞ്ച് മതിയാവും. കുറച്ചുകൂടി പഫ് പൊങ്ങിയിരിക്കണമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം സ്ലീവുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഫ്രഞ്ച് കർവ് അല്ലാന്നുണ്ടെങ്കിൽ ആം ഹോൾ കർവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു എഡ്ജ് ഈ ഒരു ഭാഗത്തേക്ക് വയ്ക്കുക. അതായത് സ്ലീവിൻ്റെ ഈ ഒരു കർവ് തുടങ്ങുന്ന ഭാഗത്തേക്ക് ഈ ആം ഹോൾ കർവിൻ്റെ എഡ്ജ് ഇതേപോലെ ചേർത്ത് വെച്ചു. കണ്ടോ? ചേർത്ത് വെച്ചതിന് ശേഷം ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കർവ് ചെയ്യാം. ഇവിടെ വരെ ചെയ്താൽ മതി. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ കൈ വെച്ചിട്ടങ്ങ് ജോയിൻ ചെയ്തെടുക്കാം. കണ്ടോ? അപ്പോൾ എളുപ്പം തന്നെ നമുക്കത് വരയ്ക്കാൻ പറ്റും. അതിനുശേഷം ഈ ഒരു ലൈന് മുകളിലേക്കും കൂടി അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഇനി ഈ പാറ്റേൺ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പേപ്പർ പാറ്റേണിൽ ഒരു മാർക്കിംഗ് കൂടി ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ മാർക്ക് ചെയ്തേക്കുന്ന ലൈൻ്റെ ഭാഗം കൊണ്ട് പേപ്പറിനെ അങ്ങ് രണ്ടായിട്ടങ്ങ് മടക്കി. കണ്ടോ? ആ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ്റെ ഭാഗം കൊണ്ട് വേണം മടക്കാൻ. മടക്കിയതിന് ശേഷം ആ ഒരു എഡ്ജ് എവിടെയാണോ വന്ന് നിൽക്കുന്നത് ആ ഭാഗത്ത് ഇതേപോലെ ഒരു ലൈൻ വരച്ചെടുക്കുക. അതായത് വരച്ച സ്ട്രെയിറ്റ് ലൈൻ്റെ ഭാഗം കൊണ്ട് പേപ്പറിനെ രണ്ടായിട്ട് മടക്കി ആ പേപ്പറിൻ്റെ എഡ്ജ് വന്ന ഭാഗത്ത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഭാഗത്തും ഓരോ നോച്ചും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയും ഭാഗത്താണ് നമുക്ക് പഫ് സ്ലീവിന് വേണ്ടിയിട്ടുള്ള ചുരുക്കിട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ലൈനിലെ രണ്ടാമത് വരച്ച ലൈനിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഇതേപോലെ ഓരോ നോച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഇനി കട്ട് ചെയ്തെടുത്തേക്കുന്ന ഈ പേപ്പർ പാറ്റേൺ യൂസ് ചെയ്തിട്ട് മെയിൻ ഫാബ്രിക്കിൽ നിന്ന് പഫ് സ്ലീവിൻ്റെ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാറ്റിൻ ആണ് എടുത്തേക്കുന്നത്. ഇത് നല്ല വശം ഉള്ളിലാക്കി രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണ്. മടക്ക ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ്. താഴ്ഭാഗത്തൊന്ന് ലെവൽ ചെയ്ത് ഒരു ലൈൻ വരച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പേപ്പർ പാറ്റേണിൻ്റെ ഈ ഒരു താഴ്ഭാഗം ഈ സ്ട്രെയിറ്റ് ഭാഗം ചേർത്ത് വയ്ക്കുക. അതേപോലെ ഈ ഒരു സൈഡ്, അതായത് വീതി കൂടുതലുള്ള സൈഡ് ഫോൾഡുമായിട്ടും ചേർത്ത് വയ്ക്കണം കേട്ടോ. ഇതേപോലെ കറക്റ്റായിട്ട് വയ്ക്കുക. അപ്പോൾ ഈ സാറ്റിൻ കുറച്ച് ഒഴുക്കൻ ടൈപ്പ് ഫാബ്രിക് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ പാറ്റേണൊക്കെ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. അതിന് ശേഷം ഒരു നോച്ചിൻ്റെ ഭാഗവും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്ത് ഇതേപോലെ ഒരു ലൈനും കൂടി വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ലീവ് ഇതിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ പാറ്റേൺ വെച്ചിട്ട് ആ ഒരു സ്ലീവും കൂടി മാർക്ക് ചെയ്തു. ഇനി ഒന്ന് പിൻ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഞാൻ ഇതേപോലെ 2 സ്ലീവും കട്ട് ചെയ്ത് എടുക്കുവാണ്. ഇനി കട്ട് ചെയ്തെടുത്ത സ്ലീവിൽ മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു ലൈനിൻ്റെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഇതേപോലെ ചെറിയ 2 നോച്ചും കൂടി ഇട്ട് കൊടുക്കുക.
ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ ഫാബ്രിക്കിൽ ഇതേപോലെ 2 നോച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയിന്റിൽ നിന്ന് വേണം ഗ്യാദറിങ് അല്ലെങ്കിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ഫാബ്രിക്ക് കുറച്ച് ഒഴുക്കൻ ടൈപ്പ് ഫാബ്രിക് ആയതുകൊണ്ട് പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത്ര കറക്റ്റായിട്ട് ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്യാദറിങ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഫാബ്രിക് അനുസരിച്ച് വേണം ഗ്യാദറിങ് വേണോ പ്ലീറ്റ്സ് വേണോ എന്നുള്ളത് തീരുമാനിക്കാൻ. അപ്പം നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു നോച്ചിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്തു. 4 ഇഞ്ച് മാറ്റിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനുശേഷം മെഷീനിൽ സ്റ്റിച്ച് ലെങ്ത് കൂട്ടിയിട്ടിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെഷീനിൽ ഇതേപോലെ സ്റ്റിച്ച് ലെങ്ത് കൂട്ടി സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈസൂചി വെച്ചിട്ട് കുറച്ച് അകലത്തിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ അടുത്ത നോച്ചിൻ്റെ ആ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് കുറച്ച് ത്രെഡ് ഇതേപോലെ എക്സ്ട്രാ ഇട്ടിട്ട് വേണേ കട്ട് ചെയ്യാനായിട്ട്. ഇതേപോലെ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ താഴ്ഭാഗവും മുകൾ ഭാഗവും ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു എക്സ്ട്രാ ഇട്ട ആ ഒരു നൂലില്ലേ അതിൻ്റെ അടിനൂല് ഇതേപോലൊന്ന് വലിക്കുക. അന്നേരം എല്ലാ ഭാഗത്തും ഇതേപോലെ ചെറിയ ചെറിയ ചുരുക്കുകൾ കിട്ടും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ നേരം ശ്രദ്ധിച്ചോണം, നമ്മൾ സ്ലീവിൽ താഴെ മുകളിൽ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗം മാത്രമേ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ കേട്ടോ. അതിനുശേഷം അടിനൂല് ഇതേപോലെ വലിച്ചിട്ട് എല്ലാ ഭാഗത്തും ചുരുക്ക് കറക്റ്റാക്കി കൊടുക്കുക, താഴെ മുകളിലും. അപ്പോൾ താഴെ മുകളിൽ ഗ്യാദറിങ് ചെയ്തെടുത്തതിന് ശേഷം ഇത് കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ലൈനിങ് പീസിൽ സ്ലീവ് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ എല്ലാ ഭാഗവും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാദറിങ്ങിൻ്റെ ഭാഗം ഒന്ന് ലൂസാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ടൈറ്റാക്കി കൊടുക്കുകയോ ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ താഴ്ഭാഗം ലൈനിങ് വെച്ച് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലൈനിങ് പീസ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് താഴ്ഭാഗത്ത് 1/2 ഇഞ്ച് വീതിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യാൻ നേരം ശ്രദ്ധിക്കുക, അടിഭാഗത്തെ ചുരുക്കൊന്നും ചുരുണ്ട് പോകാണ്ട് കറക്റ്റായിട്ട് ഇതേപോലെ പിടിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി ലൈനിങ് വെക്കാത്ത സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ഒക്കെ താഴ്ഭാഗത്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് എല്ലാ ഭാഗത്തും വീണിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഒരു വട്ടം കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. അതിനുശേഷം തയ്യൽ തുമ്പ് വലതുവശത്തോട്ട് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അന്നേരം ഗ്യാദറിങ് ഒന്നും ഇതേപോലെ ചുരുണ്ട് പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ താഴ്ഭാഗം ലൈനിങ് വെച്ച് ഫിനിഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് മുകൾ ഭാഗം കൂടി ഫിനിഷ് ചെയ്യണം. അപ്പോൾ ലൈനിങ് ഇതേപോലെ റോങ് സൈഡിലേക്ക് അങ്ങ് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷം മുകൾ ഭാഗത്ത് 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യാൻ നേരം ഈ ഭാഗത്തും ചുരുക്കൊക്കെ കറക്റ്റ് ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ 2 സ്ലീവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സാറ്റിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഗ്യാദറിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫാബ്രിക് അനുസരിച്ച് ഗ്യാദറിംഗ് വേണോ പ്ലീറ്റ്സ് വേണോ എന്നുള്ളത് തീരുമാനിക്കാം. കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഫാബ്രിക്കിൽ പ്ലീറ്റ്സ് ചെയ്യുന്നതാണ് ഭംഗി കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലൈനിങ് യൂസ് ചെയ്യാതെ ചെയ്യുന്ന സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് പൈപ്പിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്ത ഈ ഒരു പേപ്പർ പാറ്റേൺ വെച്ചിട്ട് കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഫാബ്രിക്കിൽ ഞാൻ പ്ലീറ്റ്സ് ഇട്ടിട്ട് പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് പൈപ്പിംഗ് ആണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു പഫിന് ഹൈറ്റും കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല പ്ലീറ്റ്സും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് പ്ലീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തെടുത്ത ആ ഒരു 3.5 ഇഞ്ചില്ലേ അതിന് പകരം 4.5 ഇഞ്ചോ അല്ലെങ്കിൽ 5 ഇഞ്ചോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്ലീവ് വെച്ചിട്ടുള്ള കുട്ടികളുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. നന്ദി, നമസ്കാരം.